എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇൻ റേഡിയസ് ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസും അതിന്റെ ആ ട്രയാങ്കിളിന്റെ ഏരിയയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിന്റെ ഇൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇൻ സർക്കിളിന്റെ സെന്ററിന് നമ്മൾ O എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലേക്ക് സെന്ററിലേക്ക് 3 വെർട്ടെക്സ് ഇതും ജോയിൻ ചെയ്തപ്പോൾ വി ഗെറ്റ് 3 ട്രയാങ്കിൾസ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഈ BOC എന്ന ട്രയാങ്കിളിന്റെ ഏരിയയും AOC എന്ന ട്രയാങ്കിളിന്റെ ഏരിയയും AOB എന്ന ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി ചേരുന്നതാണ്. അപ്പോൾ ഈ 3 ട്രയാങ്കിളിന്റെയും കൂടി ഏരിയ ചേരുന്നതാണ് വലിയ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് ഇതെടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ റേഡിയസ് ആയിട്ട് വരും. കാരണം റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. അതായത് സർക്കിളിന്റെ ടാൻജന്റ് ആണിത്. റേഡിയസ്, ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ റേഡിയസ് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് BC ഇൻറ്റു R. അതാണ് ട്രയാങ്കിൾ BOCയുടെ ഏരിയ. അതുപോലെ ട്രയാങ്കിൾ AOCയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് AC ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് R തന്നെ. ട്രയാങ്കിൾ AOBയുടെ ഏരിയ ഹാഫ് AB ഇൻറ്റു R. അപ്പോൾ നോക്കിയേ, ഹാഫ് BC ഇൻറ്റു R പ്ലസ് ഹാഫ് AC ഇൻറ്റു R പ്ലസ് ഹാഫ് AB ഇൻറ്റു R എന്ന് പറയുന്നതാണ് ഏത് ട്രയാങ്കിൾ ABCയുടെ ഏരിയ. അതിൽ നോക്കിയാൽ ഹാഫ് ആറിന് എല്ലാത്തിലും ഉണ്ട്. ഹാഫ് ഇൻറ്റു R. അപ്പോൾ ഹാഫ് R വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ ഹാഫ് R ഇൻറ്റു BC പ്ലസ് AC പ്ലസ് AB. BC പ്ലസ് AC പ്ലസ് AB എന്ന് പറയുന്നത് ABC എന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. അപ്പൊ പെരിമീറ്റർ ഇൻറ്റു ഹാഫ് R. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, R ഇൻറ്റു ഹാഫ് ഓഫ് BC പ്ലസ് AC പ്ലസ് AB എന്ന് എഴുതാം. അപ്പോൾ ഹാഫ് ഇൻറ്റു BC പ്ലസ് AC പ്ലസ് AB, അതായത് പെരിമീറ്ററിന്റെ ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സെമി പെരിമീറ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 3 സൈഡും കൂട്ടിയിട്ട് പകുതി എടുത്താൽ കഴിഞ്ഞാൽ കിട്ടുന്ന ആ മെഷർ നമ്മൾ എസ് എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഇൻ റേഡിയസ് ഇൻറ്റു സെമി പെരിമീറ്റർ. ഒരു ട്രയാങ്കിളിന്റെ ചുറ്റളവിന്റെ പകുതിയെ അതിന്റെ ഇൻ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ക്ലിയർ ആയി പറഞ്ഞത്? ഇവിടെ R എന്ന് പറയുന്നപ്പോ, അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ R × S ആണെങ്കിൽ R എന്ന് പറയുന്നത് ഏരിയ ബൈ S ആയി. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസ് കാണാൻ ആ ട്രയാങ്കിളിന്റെ ഏരിയയെ അതിന്റെ സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ R ഈസ് ഈക്വൽ ടു A ബൈ S. അപ്പോൾ ദി റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹാഫ് ദി പെരിമീറ്റർ. ഏരിയയെ ഹാഫ് ദി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻ റേഡിയസ് ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ. If the sides of the triangle are ABC, area is equal to root of S into S minus A into S minus B into S minus C എന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് എയും ബിയും സിയും ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C. S എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C ബൈ 2, അത് സെമി പെരിമീറ്റർ. അപ്പോൾ S ഇൻറ്റു റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C എന്ന് പറയുന്നതാണ് ഏരിയ. അപ്പൊ ഇവിടുത്തെ ഈ ഫോർമുല വെച്ച് R എന്ന് പറയുന്നത് A ബൈ S എന്ന് എഴുതിയേ. അപ്പൊ ഏരിയ ഡിവൈഡഡ് ബൈ S എന്ന് എഴുതാലോ. അപ്പൊ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ S എന്ന് പറയുന്നതാണ് R. അത് നമുക്ക് ഈ എസിനെ റൂട്ട് ഓഫ് S സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഒറ്റ റൂട്ടിനകത്ത് വരുമ്പോ ഒരു S ക്യാൻസൽ ആയി പോകും. അപ്പൊ നോക്കിയേ, റൂട്ട് ഓഫ് S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ഡിവൈഡ് ബൈ റൂട്ട് S എന്ന് വരും. കാരണം ഇവിടെ ഒറ്റ റൂട്ടിനകത്ത് വരുമ്പോൾ ഇത് S സ്ക്വയർ ആവും, ഒരു S അങ്ങ് വെട്ടിപ്പോവും. അപ്പൊ റൂട്ട് ഓഫ് S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ബൈ റൂട്ട് S എന്ന് പറയുന്നതാണ് ഇൻ റേഡിയസ് ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ അങ്ങനെയും എടുക്കാം. അതായത് റൂട്ട് ഓഫ് 3 സൈഡ്സ് എയും ബിയും സിയും, പെരിമീറ്ററിന്റെ ഹാഫ് S. അപ്പൊ S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ബൈ S. അതിനെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ റേഡിയസ്. അപ്പൊ ഇൻ റേഡിയസ് നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ക്ലിയർ ആയി പറഞ്ഞത്? ഒരു ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് 12 cm. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ വൺ സൈഡ് 12 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദി ഇൻ റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 12 സെന്റിമീറ്റർ. അപ്പൊ നമുക്കവിടെ ഫോർമുല ഏതാ? ഏരിയ ഡിവൈഡഡ് ബൈ എസ്. ആർ കാണണമെങ്കിൽ ഏരിയയെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏരിയ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ ആണ് നമുക്കറിയാം. എന്താ ഫോർമുല? √3a²/4. അപ്പോ √3 എ എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ ആണ്. എ എന്ന് പറയുമ്പോൾ √3a²/4 ആണ്. അപ്പൊ √3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 12. അപ്പൊ 12²/4. 12² എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12 ആണ്. അപ്പൊ √3 ഇൻറ്റു 12 ഇൻറ്റു 12/4. ഒരു 12ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. 4 3s are 12. അപ്പൊ 3 ഇൻറ്റു 12 36. അപ്പൊ 36 √3 ആണ് ട്രയാങ്കിളിന്റെ ഏരിയ. അതിന്റെ പെരിമീറ്ററിന്റെ ഹാഫോ എസ് എന്ന് പറയുന്നതോ എസ് എന്ന് പറയുന്നത് 3 സൈഡും 12 അല്ലേ? അപ്പൊ 12 + 12 + 12 3 ഇൻറ്റു 12 3 ഇൻറ്റു 12 36. അതിന്റെ ഹാഫ് 18 ആണ് എസ് എന്ന് പറയുന്നത്. സെമി പെരിമീറ്റർ, അതായത് 3 വശത്തിന്റെയും കൂടി നീളം കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ 3 ഇൻറ്റു 1 സൈഡ് ബൈ 2, അതായത് 18. അപ്പോൾ എസ് കിട്ടി. എ അറിയാം. ആർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? a/s. അപ്പോൾ 36 √3/18. 36 √3/18 എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 2 ആണ് 36. അപ്പോൾ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ 2√3 സെന്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ ഓഫ് ദി ഈക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 12 സെന്റിമീറ്റർ. ഇത് ഇങ്ങനെയും ചെയ്യാം. മറ്റേ ഫോർമുല വെച്ചത് √(s−a)(s−b)(s−c) ഡിവൈഡഡ് ബൈ എസ് എന്നുള്ള ഫോർമുല. അപ്പോൾ എസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 18. അപ്പോൾ √(18 - 12 ഇൻറ്റു 18 - 12 ഇൻറ്റു 18 - 12 ഡിവൈഡഡ് ബൈ 18. ഇങ്ങനെ എടുക്കാം. 18 - 12 18 - 3 സൈഡ് എയും ബിയും സിയും 12 തന്നെയാണ്. ബൈ എസ് എന്നുള്ളത് 18 ആണ്. അപ്പൊ എന്ത് കിട്ടി? 6 ഇൻറ്റു 6 ഇൻറ്റു 6 ബൈ 18. അപ്പൊ എത്ര കിട്ടി? √12. √12നെ √12നെ 4 ഇൻറ്റു 3 എന്ന് എഴുതാം. √4 ഇൻറ്റു √3 എന്ന് വരും. √4 2. അപ്പൊ 2√3. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചാലും ശരിയാണ്. അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഫോർമുല ഓർത്തിരിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഏരിയ ഡിവൈഡ് ബൈ ജനറൽ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഏരിയ ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ, ദാറ്റ് ഈസ് ദി ഇൻ റേഡിയസ് ഓഫ് സർക്കിൾ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി റേഡിയസ് ഓഫ് ദി ഇൻ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 13 സെന്റിമീറ്റർ 14 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ. 13, 14, 15 സെന്റിമീറ്റർ സൈഡ്സ് ഉള്ള ട്രയാങ്കിളിന്റെ സെമി പെരിമീറ്റർ, ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കുക. ഇൻ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ R = a/s. അപ്പൊ എ കണ്ടുപിടിക്കണം. ഏരിയ ആണെങ്കിൽ എങ്ങനെയാ ഫോർമുല? √(s) × s-a. ഇത് ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ല. 3 സൈഡിൽ നിന്നാൽ ഏരിയ ആണ് ഫോർമുല. √(s) × s-a × s-b × s-c. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ a + b + c/2 ആണ്. അതായത് 13, 14, 15 കൂട്ടിയിട്ട് പതിയെടുക്കണം. അത് എത്രയാണ്? ഇത് 42/2 21 എന്ന് പറയുന്നതാണ് സെമി പെരിമീറ്റർ. അപ്പോൾ ഏരിയ ആണുള്ള ഫോർമുല √(s) × s-a × s-b × s-c. എസ് എന്ന് പറഞ്ഞാൽ 21. അപ്പൊ 21 ഇൻറ്റു 21 - 13 21 - 14 21 - 15. എയും ബിയും സിയും 13, 14, 15 ആണ്. അപ്പൊ എന്ത് കിട്ടി? 21 ഇൻറ്റു 21 13 കുറച്ച് 8, 14 കുറച്ച് 7, 15 കുറച്ച് 6. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഫാക്ടറൈസ് ചെയ്യാം. ഇപ്പൊ 21നെ 3 ഇൻറ്റു 7 എന്ന് എഴുതാം. 8നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 7 7 തന്നെ. 6നെ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പൊ എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ടിൽ ഒരു 3. എത്ര 7 ഉണ്ട്? 2 7 ഉണ്ട്. അപ്പൊ ഒരു 7 സ്ക്വയർ റൂട്ടിൽ. എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ടിൽ 2 2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 2 84 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പൊ റേഡിയസ് എന്ത് വരും? a/s. അതായത് 84/21 4 സെന്റിമീറ്റർ ആണ്. എന്ത്? 13, 14, 15 സെന്റിമീറ്റർ സൈഡ്സിന്റെ ലെങ്ത് ഉള്ള ട്രയാങ്കിളിന്റെ ഇൻ സർക്കിളിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ. ക്ലിയർ ആയ പറഞ്ഞത്? ഈ രീതിയിൽ ചെയ്യാം. എങ്ങനെ? √(s × s-a × s-b × s-c ഡിവൈഡഡ് ബൈ എസ്. അപ്പൊ എസ് ഈ ഫോർമുല √(s-a × s-b × s-c ഡിവൈഡ് ബൈ എസ്. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ 21 ആണ്.
അപ്പോൾ 21 മൈനസ് 13, 21 മൈനസ് 14, 21 മൈനസ് 15 ബൈ 21. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 8 ഇൻറ്റു 7 ഇൻറ്റു 6 ബൈ 21 വെട്ടി കുറച്ച് ചെയ്യുമ്പോൾ റൂട്ട് 16 സമം 4. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഫോമിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.